ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ പിൻഗാമിയെ പ്രഖ്യാപിച്ചു. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായി മുഹമ്മദ് ബാഗർ സൊൾഖാദറിനെയാണ് നിയമിച്ചത്. ഇറാൻ സർക്കാരിനെ ഉദ്ധരിച്ച് സ്റ്റേറ്റ് മീഡിയകളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ ലാരിജാനിയുടെ പിൻഗാമിയായി സയ്യിദ് ജലീലിയെ നിയോഗിച്ചേക്കുമെന്ന് ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അദ്ദേഹം ചുമതല ഏറ്റെടുത്തതായും ചില കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അലി ലാരിജാനി കൊല്ലപ്പെട്ട ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇറാൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുന്നത്. IRGCയുടെ മുൻ കമാൻഡറായിരുന്നു മുഹമ്മദ് ബാഗർ സൊൾഖാദർ. നിലവിൽ ഇറാൻ കാര്യനിർവഹണ കൗൺസിൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് അദ്ദേഹത്തെ അലി ലാരിജാനിയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കുന്നത്. 1980കളിൽ IRGCയുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവനായിരുന്നു സൊൾഖാദർ. IRGCയുടെ ആസ്ഥാനത്തെ യുദ്ധം സംബന്ധിച്ച വിഷയങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്നു. 2007 ഇറാനിയൻ സായുധ സേനയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫായി അദ്ദേഹത്തെ നിയോഗിച്ചു. 2012 തന്ത്രപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ജുഡീഷ്യറിയുടെ ഡെപ്യൂട്ടി ചീഫായി നിയമിച്ചു. നിലവിൽ രാജ്യത്തിൻ്റെ പ്രതിരോധം, ആണവ, വിദേശ നയതന്ത്ര രൂപീകരണം തുടങ്ങിയവയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. ടെഹ്റാൻ സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹം ബിരുദം നേടിയിട്ടുണ്ട്. ടെഹ്റാനിൽ ഒരാഴ്ച മുന്നേ ഇസ്രയേൽ രാത്രി നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു അലി ലാരിജാനി കൊല്ലപ്പെട്ടത്. ഈ സംഘർഷത്തിൻ്റെ തുടക്കത്തിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തൊള്ള അലി ഖമനേയി അടക്കമുള്ള പ്രമുഖ നേതാക്കളും കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ അലി ലാരിജാനിയും കൊല്ലപ്പെട്ടത് ഇറാന് കനത്ത ആഘാതമേൽപ്പിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലിലും അമേരിക്കൻ വ്യോമകേന്ദ്രങ്ങളിലും ഇറാൻ ശക്തമായി ആക്രമണം തുടരുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്ക് അടക്കുന്നതിനടക്കം ഇറാൻ കടന്നതോടെ ആഗോളതലത്തിൽ തന്നെ പ്രതിസന്ധി ഉയരുകയും ചെയ്തു. അതിനിടെ ഇറാൻ്റെ ആണവ പദ്ധതികളുടെ കേന്ദ്രമായ ബുഷ് ഷെയറിലേക്ക് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് സംയുക്ത ആക്രമണം നടത്തിയതായി ഇറാൻ ആരോപിക്കുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ പറഞ്ഞു. അമേരിക്കൻ സയനിസ്റ്റ് ശത്രുക്കൾ ബുഷെയർ ആണവ കേന്ദ്രത്തിലേക്ക് വീണ്ടും ആക്രമണം നടത്തി. ആണവ കേന്ദ്രത്തിൻ്റെ പരിസരത്തായി ഒരു പ്രൊജക്ടൈൽ പതിക്കുകയായിരുന്നു എന്നാണ് സംഘടന അവരുടെ പ്രസ്താവനയിൽ പറയുന്നത്. ഈ സംഭവം സാമ്പത്തികമോ സാങ്കേതികമോ ആയ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായമോ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. സമീപ ദിവസങ്ങളിൽ ആണവ കേന്ദ്രത്തിന് സമീപം നടന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. മാർച്ച് 17 ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലും ആർക്കും നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് മിക്ക ലോകരാഷ്ട്രങ്ങളുടെയും ആഗ്രഹം. ആഗോള ഊർജ്ജ പ്രതിസന്ധി തന്നെയാണ് പ്രധാന കാരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി പ്രഖ്യാപിച്ച 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ സ്ഥിരം ആകണം എന്ന് തന്നെയാണ് എല്ലാ രാഷ്ട്രത്തലവന്മാരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇറാനെതിരെയുള്ള ഇപ്പോഴത്തെ സൈനിക ആക്രമണം തുടരാനും പശ്ചിമേഷ്യയെ പുനർനിർമ്മിക്കാനുള്ള ഈ ചരിത്രപരമായ അവസരം പ്രയോജനപ്പെടുത്താനും സൗദി അറേബ്യ ട്രംപിനെ പ്രേരിപ്പിക്കുന്നതായി ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിയ ചർച്ചകളിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ടാണ് യുദ്ധവുമായി മുന്നോട്ട് പോകാൻ ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ ഉയർത്തുന്ന ദീർഘകാല ഭീഷണി അവസാനിപ്പിക്കാൻ അവിടുത്തെ ഭരണകൂടം മാറ്റം മാത്രമാണ് ഏക പോംവഴിയെന്ന് ബിൻ സൽമാൻ വാദിച്ചതായി ചർച്ചകളെക്കുറിച്ച് അറിവുള്ളവർ ന്യൂയോർക്ക് ടൈംസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു.